We have seen a lot. We won a lot. We are Man United and we never gonna stop. Yeah, yeah. Yeah, yeah. We are Man United and we never gonna stop. എൻ്റെ പൊന്നോ, സെക്കൻഡ് ഹാഫൊക്കെ കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയി. കൊല്ലാക്കൊലയായിരുന്നു സെക്കൻഡ് ഹാഫിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ അവർക്ക് 0.75 എന്തോ ആണ് XG ഉള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫോട് കഴിഞ്ഞപ്പോൾ ടോട്ടൽ മാച്ചിൽ അവരുടെ XG എന്ന് പറയുന്നത് 2.75 ആയി മാറി. മക്ടോമിനെ നീ ഉണ്ടല്ലോ, നീ മുത്ത്. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള യുണൈറ്റഡ് ഫാൻസ് മക്ടോമിനെ എന്നും പുച്ഛിച്ച് തള്ളാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ആ ഒരു ഗെയിം സേവ് ചെയ്ത് ശരിക്കും മക്ടോമിനെയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു നമ്മുടെ ഗെയിം. നമുക്ക് തിരിച്ചു വരാൻ യാതൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഗർനാച്ചോടെ കുറച്ച് ക്രൂഷ്യൽ റൺസ് ഉണ്ടായിരുന്നു. കൗണ്ടറിലൊക്കെ കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള റൺസ് പുള്ളി ഡയഗണലി റൺസ് മേക്ക് ചെയ്യുന്നതാണ് ടുവേർഡ്സ് അവരുടെ ഗോൾ. പക്ഷേ എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾ സ്കോർ ചെയ്യും എന്നുള്ള വലിയ പ്രതീക്ഷയൊന്നുമില്ല. അന്ന് വില്ല അപ്പുറത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചന്നം പിന്നെ അമ്മമാരെ അടിച്ച് മരിക്കുകയായിരുന്നു. പക്ഷേ അമ്മമാരുടെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ അമ്മമാരുടെ ഫിനിഷിങ് ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ എന്താണേലും ടോപ്പ് 4 എന്ന് പറയുന്ന കാര്യത്തിൽ ആ ഒരു ഹോപ്പ് ഇപ്പോഴും അലൈവാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ച്. ടോട്ടനാം ഫോർത്ത് സ്പോട്ടിൽ നിൽക്കുന്ന ടോട്ടനാമും നമ്മളും തമ്മിൽ 6 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ്. നമ്മുടെ തൊട്ട് മുന്നിലുള്ള ആസ്റ്റൺ വില്ലയും നമ്മളും തമ്മിൽ 5 പോയിൻറ്റിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിൽ ആ ഒരു 6ാമത്തെ പൊസിഷനിൽ തുടരുകയാണ്. പക്ഷേ ടോപ്പ് 4 എന്ന് പറയുന്നത് നമുക്ക് കൈയെത്താവുന്ന ദൂരത്താണെന്നുള്ളൊരു പ്രതീക്ഷ തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓരോ മാച്ചിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള പ്ലെയേഴ്സ് വീണ്ടും ഇഞ്ചേർഡ് ആകുക. ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ച് വന്ന പ്ലെയേഴ്സെല്ലാം പിന്നെ ഇഞ്ചേർഡ് ആകുന്നു. ഇന്നത്തെ മാച്ചിൽ ലൂക്ക് ഷോയും കൂടെ പോയി കഴിഞ്ഞപ്പം ലിസാൻഡ്രോ മാർട്ടിനസും ലൂക്ക് ഷോയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, ശരി കഴിഞ്ഞാൽ പെയിൻഫുള്ളാണ്. നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒനാനയും ബാക്കി കൂട്ടരും കൂടെ കിടന്ന് കാണിക്കുന്ന പരിപാടിയുണ്ടല്ലോ. യുണൈറ്റഡ് എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും ബോളൊക്കെ വിൻ ചെയ്ത് എങ്ങനെയൊക്കെയോ അങ്ങ് പോവുകയാണ് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല. സൈനിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻ ഹാഗിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നല്ല പ്ലെയേഴ്സിനെ, അതിന് പറ്റിയ പ്ലെയേഴ്സിനെ കൊണ്ടുവരണം. അതിന് ടെൻ ഹാഗിനെ ഏൽപ്പിക്കേണ്ട. എനിക്കിത് ആ പ്ലെയറിനെ വേണം ഈ പ്ലെയറിനെ വേണം എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ആൾക്കാർ വന്ന് ആ ഒരു സൈനിങ്സ് നടത്തണം. അപ്പോൾ അങ്ങനത്തെ സൈനിങ്സ് പ്ലെയേഴ്സ് വന്നാലേ നമ്മുടെ ടീം രക്ഷപ്പെടത്തുള്ളൂ. ഇന്നത്തെ മാച്ചിൽ ശരിക്കും ഒനാന കുറേ നല്ല സേവുകൾ നടത്തി. ഒനാനയും മക്ടോമിനെയും രണ്ടുപേരെ നമ്മൾ ചീത്ത വിളിക്കാറുള്ള ആൾക്കാരാണ്. പക്ഷേ ഒനാനാണല്ലോ നന്നായിട്ട് പെർഫോം ചെയ്ത് മക്ടോമിനെ ആ ഒരു നമുക്ക് വേണ്ട സമയത്ത് ആ ഒരു ഗോൾ മക്ടോമിനെ പ്രൊവൈഡ് ചെയ്തു. അപ്പം വില്ലയുടെ ആ ഒരു ഗോൾ അത് ഡഗ്ലസ് ലൂയിസ് സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒനാനെ നോക്കി പുള്ളി ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ ഹോയിലൻഡ് തിരിച്ചു പോയ സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഹോയിലൻഡ് കാണികളെയൊക്കെ നോക്കിയിട്ട് ടോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ആണികളെയൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു. ആ സ്കോറൊക്കെ കാണിച്ച് കാം ഡൗൺ, ഒന്നും ആയിട്ടില്ല മക്കളെ, നിങ്ങളൊന്നും ആയിട്ടില്ല എന്നുള്ള രീതിയിൽ സ്കോർ അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു ഹോയിലൻഡ്. അപ്പോൾ അങ്ങനത്തെ അരോഗൻസ് ആ ഒരു ഹോയിലൻഡിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ കോബി മെയിനൊക്കെയാണ് നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ക്രൗഡിനെയൊക്കെ. അപ്പം യുണൈറ്റഡിൻ്റെ ആ ഒരു അരോഗൻസ് ഇങ്ങനത്തെ യങ്ങർ പ്ലെയേഴ്സിൽ ശരിക്കും ഉണ്ട്. ബാക്കിയുള്ള പ്ലെയേഴ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഈ യങ്ങർ പ്ലെയേഴ്സ് അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ എന്ന് പറയുന്ന ഈ ഹോയിലൻഡ് ആയാലും ഗർനാച്ചോ ആണെങ്കിലും കോബി മെനു ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ ആ ഒരു അരോഗൻസ് ഉണ്ട്. ശരിക്കും അവരുടെ കഴിവിലുള്ള ഒരു അരോഗൻസ് തന്നെയാണ് അവർ ശരിക്കും. അതുമാത്രമല്ല യുണൈറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ടീമിൽ കളിക്കുന്നതിൻ്റെ ആ ഒരു അരോഗൻസ്. അപ്പം അതൊക്കെ ശരിക്കും നമ്മുടെ പ്ലെയേഴ്സ് ഷോക്കേസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ എതിരാളികൾ നമ്മളെ ഏതായാലും കുറേ ചൊറിയുന്നുള്ളൂ. അപ്പോൾ തിരിച്ചും ചൊറിയണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അപ്പോൾ നമ്മുടെ ടീമിന് ശരിക്കും അറ്റാക്കിംഗ് വൈസും ഡിഫെൻസീവ്ലി ആണെങ്കിലും രണ്ട് കാര്യത്തിലും നമുക്ക് നല്ല രീതിയിൽ വീക്ക്നെസ് ഉണ്ട്. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രോപ്പർ പാറ്റേണിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ മിസ് ചെയ്തു. ആ പ്രോപ്പറായിട്ടുള്ള കളിക്കാരൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കത് ആ ഒരു ടെൻ ഹാഗിൻ്റെ വേ ഓഫ് ഫുട്ബോൾ കളിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഡിഫെൻസീവ്ലി നമ്മൾ നോക്കിയാൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ കൗണ്ടർ, യുണൈറ്റഡിനെതിരെ കൗണ്ടർ കളിക്കുക അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിനെ ത്രൂ ദ മിഡ്ഫീൽഡ് യുണൈറ്റഡിനെ കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. ആ ഒരു കൗണ്ടറിലൊക്കെ കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ടുള്ള മാച്ചസിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലെയേഴ്സ് ഇഞ്ചേർഡ് ആകുമ്പോഴത്തേനും എങ്ങനെ പരിഹരിക്കും എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമാണ്. ടെൻ ഹാഗിൻ്റെ തലയിലാണ് അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനുള്ളത്. അപ്പം ഈ ഒരു ജയം ശരിക്കും കൺവിൻസിങ് അല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവേ ഗെയിംസിൽ എപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അവേ ഗെയിംസിൽ പോയി ജയിക്കുക എന്ന് പറയുന്നത്, അതും ഇങ്ങനത്തെ സ്ട്രഗിളിങ് ടീം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചേർഡായിട്ട് നിൽക്കുന്ന ടീമിനെ വെച്ചുകൊണ്ട് നമ്മൾ പോയി ജയിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ്.
കൺവിൻസിങ് ആയിട്ടുള്ള ജയം അല്ലെങ്കിലും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. ഈ ഒരു കോൺഫിഡൻസ് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് സീസണെ അപ്രോച്ച് ചെയ്യും. എന്നാലും എനിക്ക് ഈ ഇഞ്ചുറി പ്രശ്നങ്ങൾ, ലൂക്ക് ഷോയും കൂടെ ഇഞ്ചുവേർഡായി പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പം മാച്ചിനെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസായിട്ട് ഇടുക. എനിക്ക് പെട്ടെന്ന് ആ ഒരു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നപ്പോഴാണ് ശരിക്കും യുണൈറ്റഡ് അത് തിരിച്ചു വന്ന ആ ഒരു ഗെയിം ജയിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ തട്ടിക്കൂട്ടി ഇട്ടത്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും കമൻസായിട്ട് ഇടണം. മറ്റൊരു നല്ല വീഡിയോ ഇടണം. യുണൈറ്റഡ് ഗൈസ്.